എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കണ്ടൻറ്റ് ആണ് ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. യൂട്യൂബ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത് എല്ലാവരും ഒത്തിരിയധികം ഈ ഒരു കാലയളവിൽ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും പലതരത്തിലുള്ള സന്തോഷങ്ങളും ഇൻകം ജനറേഷനായിട്ടുള്ള ഒരു മാർഗവും ഒക്കെയാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. അപ്പോൾ ഞാനതിൽ സ്പെഷ്യലി യൂട്യൂബിനെ കുറിച്ച് മാത്രം കൂടുതലായിട്ട് സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുവാണ്. ബാക്കിയുള്ള പ്ലാറ്റ്ഫോംസ് നമുക്ക് പിന്നീട് ഒരിക്കൽ സംസാരിക്കാം. അപ്പം എൻ്റെ ജീവിതത്തിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു കണ്ടൻറ് ക്രിയേറ്റർ എന്ന് പറയുന്നൊരു കാര്യം കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടായി എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ യൂട്യൂബ് എല്ലാവരും ഒരു എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള നല്ല നല്ല കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് ഒരു എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് എല്ലാവരും കണക്കാക്കുന്നുണ്ട്. എന്നാൽ അതിനോടൊപ്പം തന്നെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഒറ്റപ്പെടലുകളും വിഷമങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുള്ള ഒത്തിരി ആളുകൾ, അല്ലെങ്കിൽ ഞാൻ കൂടുതലായിട്ട് സ്ത്രീകളെ പറയും, ഒത്തിരി സ്ത്രീകൾ യൂട്യൂബിൽ ആക്റ്റീവായിട്ട് കാണുന്നുണ്ട്. ചെറിയ ചെറിയ പാചക പരീക്ഷണങ്ങളും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ റിവ്യൂസും അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള പല പല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും നമ്മുടെ സാധാരണ സ്ത്രീകൾ, മലയാളികൾ ഇടുന്നത് കാണുമ്പോൾ ഒത്തിരിയധികം എനിക്ക് സന്തോഷം തോന്നിയിട്ടുണ്ട്. അപ്പം എവിടെയെങ്കിലുമൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടും വിഷമത്തിലൊക്കെ ഇരിക്കുന്ന ഒത്തിരി ആൾക്കാർക്ക് മനസ്സിൽ അവർക്ക് ഒത്തിരി ആഗ്രഹങ്ങളും ഐഡിയാസും അവരുടെ ഒരു ഐഡൻറ്റിറ്റിയും റിവീൽ ചെയ്യാനായിട്ടൊരു സാഹചര്യമില്ലാതെ വീടുകളിൽ ഒതുങ്ങിക്കൂടി പോയിരിക്കുന്ന ഒത്തിരി സ്ത്രീകൾക്ക് അതൊരു അവസരമല്ലേ. അവർക്ക് അവരെ തന്നെ ലോകത്തിൻ്റെ മുന്നിൽ അവരുടെ വീട്ടിൽ അവരുടെ സ്വന്തം സ്പേസിലിരുന്ന് അവരുടെ കംഫർട്ട് സോണിൽ ഇരുന്ന് അവർക്ക് അവരെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രൊജക്റ്റ് ചെയ്യാനും അവരുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു കുഞ്ഞൊരു അവസരം കൂടിയല്ലേ. എൻ്റെ ഒരു പേഴ്സണൽ തോട്ടാണിത്. ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടെ കാണാറുണ്ട്. കാരണം മാതാപിതാക്കളെയും മക്കളെയും തൻ്റെ ലൈഫ് പാർട്ട്ണറിനെയും എല്ലാം വേണ്ടുന്നതും ചെയ്തു കൊടുത്ത് അവസാനം ഏതെങ്കിലും ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടുന്ന ഒത്തിരി സ്ത്രീകളുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതൊരു നല്ലൊരു അവസരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു യൂട്യൂബിൻ്റെ ജേർണി പറയാം. എൻ്റെ യൂട്യൂബ് എന്ന് പറയുന്നത് ഞാൻ അത്രയ്ക്ക് വലിയൊരു ആക്റ്റീവ് സോഷ്യൽ മീഡിയ വ്യക്തിയൊന്നും അല്ലായിരുന്നു. പക്ഷേ യൂട്യൂബ് എന്ന് ഞാൻ എൻ്റേതായിട്ടുള്ള പ്രൈവസിയും എല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ പല യൂട്യൂബ് ചാനൽസ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എൻ്റെ ക്രിയേറ്റീവ് കണ്ടൻറ്റ്സ് ഞാൻ വ്യൂവേഴ്സിലേക്ക് എത്തിക്കാറുണ്ട്. തരക്കേടില്ലാത്ത രീതിയിൽ വ്യൂസ് കിട്ടാറുമുണ്ട്. വലിയൊരു ഇൻകം എന്നുള്ള രീതിക്കുള്ള കാര്യങ്ങളല്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനൊരു യൂട്യൂബ് ചാനൽ ഇങ്ങനൊരു കാര്യം ഒരു വർഷം മുന്നേ തുടങ്ങുന്ന സമയത്ത് ഞാൻ വളരെയധികം മാനസികമായിട്ടുള്ള കുറേ വിഷമതകളിൽ കൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനും ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരു രീതിയിലൊരു ചാനൽ തുടങ്ങി. അതിനുശേഷം എൻ്റെ ക്രിയേറ്റീവ് സൈഡും എൻ്റെ ഒരു തിങ്കിങ് ലെവലിലും ഒത്തിരി കാര്യങ്ങൾ വ്യത്യാസം വന്നു, അല്ലെങ്കിൽ ഞാൻ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു എന്ന് ഞാൻ പറയും. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ യൂട്യൂബ് എങ്ങനെ തുടങ്ങാം. ചാനൽ തുടങ്ങി. അതിനുശേഷം ഞാൻ അതിൽ എങ്ങനെ അപ്ലോഡ് ചെയ്യാം, ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം, ഒരു പെയിൻറ്റിങ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഡിസൈനിങ് എന്നുള്ള രീതിയിലൊന്നും ഒരു കാര്യത്തെക്കുറിച്ചും അറിയാതിരുന്ന ഞാൻ പല പല ആപ്പുകൾ ഡൗൺലോഡ് ചെയ്തു. എങ്ങനെ നല്ലൊരു തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് എന്ന് പറയുന്നൊരു സംഭവം, ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. എന്താണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്താണ്, അല്ലെങ്കിൽ കണ്ടൻറ് ID ക്ലെയിം എന്താണ്, ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാം. അങ്ങനെ ഓരോ ദിവസവും ഓരോ ഷോർട്സ് ഇടുമ്പോൾ ഞാൻ ഓരോന്നും പുതിയ കാര്യങ്ങൾ ഒത്തിരി ഞാൻ പഠിച്ചു. അതോടൊപ്പം തന്നെ പിന്നീട് എൻ്റെ ചാനലിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമല്ലോ, എനിക്ക് ഒരിക്കലും കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരാൻ പാടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യത്യസ്തമായ രീതിയിൽ ഞാൻ എങ്ങനെ വിവിധ കണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ. അപ്പോൾ നമ്മുടെ ഒരു ചിന്താ ലെവലിൽ നമ്മൾ വളരെയധികം കാര്യങ്ങൾ ഇപ്പോൾ ഡേ ടു ഡേ ലൈഫ് ആക്ടിവിറ്റീസ്, പാചകം, ജോലി, ഇങ്ങനെ ഒരു ഇതിൽ നിന്ന് കുറച്ച് നമ്മുടെ മാത്രമായിട്ടൊരു ചെറിയ സന്തോഷം കണ്ടെത്തുക എന്ന് പറയുന്നൊരു അവസ്ഥയിലൂടെ ഞാൻ എത്തി. അപ്പോൾ ഞാൻ പോലും അറിയാതെ ഞാൻ വളരെയധികം സന്തോഷിച്ചിരുന്നു എന്നുള്ളത് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഞാനിത് എല്ലാവരോടും ഷെയർ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പഠിച്ചു ഞാൻ.
അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഗ്രൂപ്പുകളിൽ കണക്റ്റായിട്ട് യൂട്യൂബിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന അങ്ങനെ ഒത്തിരി വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. മലയാളികളുടെ തന്നെ അല്ലെങ്കിൽ വിദേശ മലയാളികളുടെ ഇടയിലും ഒക്കെ ഒത്തിരി ചാനലുകൾ, ഒത്തിരി ഇതുപോലെയുള്ള വാട്സപ്പ് ചാനൽസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലൊക്കെ അംഗമാകാം. അതിലൊക്കെ ആയിട്ടുള്ള മറ്റു പലരായിട്ട് നമുക്ക് സംസാരിക്കാം. ഓരോരോ ഇഷ്യൂസ് വരുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഓക്കെ, കോപ്പിറൈറ്റിൻ്റെ ഒരു കാര്യം വന്നു, റീയൂസ്ഡ് കണ്ടൻറ്റ് വന്നു, എന്താ ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ നമ്മൾ ഓൾവേസ് ഒരു കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു തരാനുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ 1-2 വ്യക്തികളെ നമ്മൾ കണ്ടെത്തും. അപ്പോൾ നമുക്ക് അതിലൂടെ ഒരു സൗഹൃദം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു സൊസൈറ്റിയുമായിട്ടുള്ളൊരു ബന്ധം എന്നുള്ളൊരു കാര്യം അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത് നല്ല വശങ്ങൾ മാത്രമാണ്. ഇതിൽ വേറെ ഫണ്ണി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമുണ്ട്. അത് നിങ്ങളിൽ പലർക്കും അനുഭവം വന്ന് കാണും. ഞാൻ പലരുടെയും അനുഭവങ്ങൾ കേട്ടതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ് കേട്ടോ. അതായത് യൂട്യൂബ് ചാനൽ പ്രൊമോഷനും മോണിറ്റൈസേഷനും എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഒത്തിരി ആൾക്കാർ നമ്മുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നമ്മൾ റീച്ച് ഔട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവർ ഇത്ര സബ്സ്ക്രൈബേഴ്സ് തരാം, 4000 വാച്ച് അവേഴ്സ് തരാം, കോൺടാക്ട് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറഞ്ഞ വിലയിലല്ല അങ്ങനെ കിട്ടി നമ്മൾ നോക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് അവരെ കോൺടാക്ട് ചെയ്ത് അഡ്വാൻസ് ഒക്കെ കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങളോട് പറയും 2 ദിവസത്തിൽ വാച്ച് അവേഴ്സ് കൂടുന്നത് കാണാം കേട്ടോ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കും. 1 ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി, ചിലപ്പോൾ വാച്ച് അവേഴ്സ് ഉണ്ടാവില്ല. പിന്നീട് അവർ നമ്മുടെ കോള് റെസ്പോണ്ട് ചെയ്യാണ്ടാകും. അപ്പോൾ നമ്മുടെ പൈസ പോയി എന്നുള്ളതാവും. അപ്പോൾ അതിൽ കൂടെ അങ്ങനെ സ്കാം ചെയ്യുന്ന ആൾക്കാരും ഇതിൽ ഒത്തിരി ആൾക്കാരുണ്ട്. അത് വളരെ കെയർഫുള്ളായിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നാട്ടിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നാട്ടിലുള്ള ആളുകളുമായിട്ട് തന്നെ, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഇതുപോലെയുള്ള പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാരുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതല്ലെങ്കിൽ ലോങ് ടൈം അറിയാം എന്നുണ്ടെങ്കിൽ. സ്ട്രേഞ്ചേഴ്സുമായിട്ട് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചലഞ്ചസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മേക്ക് ഷുവർ നമ്മൾ അതിൻ്റെ ഒരു പേയ്മെൻറ്റ് കാര്യത്തിലും എല്ലാം വളരെ കെയർഫുള്ളായി ഹാൻഡിൽ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ID വെരിഫിക്കേഷൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ ഐഡീസ് കൊടുക്കാറുണ്ട്. ലൈക്ക് ആധാർ കാർഡ്, ഡ്രൈവേഴ്സ് ലൈസൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്ന വ്യക്തികളും റൈറ്റ് ആൾക്കാരായിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് അല്ലേ. നമ്മളെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും പേഴ്സണൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നൊരു കാര്യം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. അപ്പം ആ ഒരു മൊമെൻറ്റിൽ ID വെരിഫൈ ചെയ്യൂ എന്ന് പറയുന്നത് മാത്രമല്ല, നിങ്ങളുടെ ഡാറ്റ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം എന്നൊരു പോയിന്റും കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള റാൻഡം ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് സർവീസ് പ്രൊമോഷൻ ചെയ്യുന്നവരുടെ അടുത്തൊന്നും നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊണ്ട് കൊടുക്കാതിരിക്കുക. വളരെ വിശ്വാസം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് മാത്രം നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷനും ID വെരിഫിക്കേഷനും കാര്യങ്ങൾക്ക് കൊടുക്കുക. അതുപോലെ തന്നെ എനിക്ക് ഇത്രയധികം സ്കാംസ് ലോകത്തിലുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയാൻ തുടങ്ങിയത് ഈ യൂട്യൂബ് പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിൽ വന്നതിന് ശേഷമാണ്. ഓവർനൈറ്റ് ബ്ലോക്ക് ചെയ്ത് പൈസ മേടിച്ച് മുങ്ങുന്ന ആൾക്കാരുണ്ട്. ഇവർക്കൊന്നും മനസാക്ഷിയില്ല എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ അവർക്ക് മനസാക്ഷിയില്ല. കാരണം ഇവർ ഒരു ദിവസം 100 മെസ്സേജ് അല്ലെങ്കിൽ 100 ആൾക്കാരെ ഫേസ്ബുക്കിലൂടെ കോണ്ടാക്ട് ചെയ്ത് അവർക്ക് കാര്യങ്ങൾ ഒരു 10 പേര് അതിന് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 2 പേര് അവർക്ക് എന്തെങ്കിലും ഒരു സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ പറ്റിച്ചാലും അവർക്ക് അതിൽ നിന്ന് ഒരു വരുമാനം കിട്ടും. അത് ഒരിക്കലും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നൊരു കാര്യമല്ല. ഒരിക്കലും ആരും അങ്ങനെ ഒരു കാര്യം ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ചതിക്കുഴികളിൽ വീഴാതിരിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ നമ്മളൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ മാക്സിമം കോപ്പിറൈറ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ റീയൂസ്ഡ് ഇഷ്യൂസ്, കാരണം ഒരു യൂട്യൂബ് ചാനൽ വളർത്തിക്കൊണ്ട് വരിക എന്ന് പറയുന്നത് ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ്, എഫേർട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അത് പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായ വിഷമമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വന്തമായിട്ടുള്ള കണ്ടൻറ്റ് മാത്രം ഇടുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കണ്ടൻറ്റ് എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ കെയർഫുള്ളാകുക. യൂട്യൂബിൻ്റെ പോളിസീസ് അനുസരിച്ചും ആഡ്സെൻസ് പോളിസീസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് മാത്രം അങ്ങനെയുള്ള കണ്ടൻറ്റുകൾ എടുത്ത് ഉപയോഗിക്കുക. ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പോയി ഒരു ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പോയി നോക്കത്തില്ലേ എത്ര വ്യൂവേഴ്സ് ഉണ്ട്, എത്ര പേര് എൻ്റെ വീഡിയോ ലൈക്ക് അടിച്ചു, അത് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ, അത് ഭയങ്കര ഒരു സന്തോഷമാണ്. നമ്മുടെ ഒരു കുഞ്ഞ് ക്രിയേറ്റിവിറ്റി മറ്റുള്ളവർ കാണുന്നത് അല്ലെങ്കിൽ അവർ എൻജോയ് ചെയ്യുന്നുണ്ട്, അവർ സബ്സ്ക്രൈബ് ചെയ്തല്ലോ എൻ്റെ ചാനൽ എന്നൊക്കെ പറയുന്നത്, ഇത് ബിഗിനേഴ്സിൻ്റെ കാര്യമാണ്. 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമല്ലേ.
അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നമുക്ക് തരുന്നത് ഒരു സെൽഫ് കോൺഫിഡൻസ് കൂടിയാണ് അല്ലേ. അപ്പം എഗെയിൻ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മളൊരു വീഡിയോ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അയച്ചു കൊടുത്തത് നമ്മുടെ ഫ്രണ്ട്സിന്, കസിൻസിന്, അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ ഗ്രൂപ്പുകളിലൊക്കെ അയച്ചു കൊടുത്തത് വീഡിയോ ലൈക്ക് അടിക്കണേ, ആർക്കെങ്കിലൊക്കെ ഷെയർ ചെയ്തിട്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയും. പക്ഷേ ഒരു പ്രയോജനം അതിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ഇവരൊക്കെ നമ്മളെ പുച്ഛിക്കത്തേ ഉള്ളൂ. പക്ഷെ അത് നമ്മൾ ആദ്യത്തെ ഒരു 2-3 മാസം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും നമ്മൾ അറിയാൻ പാടില്ലാത്ത ആൾക്കാരാണ് നമ്മളെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും നമ്മുടെ കണ്ടൻറ്റുകളെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ലിങ്കുകൾ ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ല കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക, റീയൂസ്ഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ഒഴിവാക്കുക. എല്ലാവരും, സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, നല്ല നല്ല കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് നല്ല നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട്, അല്ലെങ്കിൽ സമൂഹത്തിന് നന്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള എലമെൻറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഭാവുകങ്ങളും ആശംസകളും ഞാൻ പറയുകയാണ്. അപ്പോൾ വേറെ എന്തെങ്കിലും പുതിയൊരു വിശേഷം എനിക്ക് തോന്നുമ്പോഴത്തേക്കും ഞാൻ വീണ്ടും ഷെയർ ചെയ്യാം. അപ്പോൾ എൻ്റെ യൂട്യൂബ് ജേർണി എന്നെ ഇങ്ങനെ മോണിറ്ററി ബെനിഫിറ്റ്സ് എന്നുള്ള കാര്യത്തിനേക്കാൾ അപ്പുറം എന്നെ സഹായിച്ചത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെയാണ്. നിങ്ങൾക്കും യൂട്യൂബ് ഒത്തിരി അധികം കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും സൊസൈറ്റിയെ മനസ്സിലാക്കാനും നിങ്ങളുടെ നല്ല നല്ല കോൺട്രിബ്യൂഷൻസ് സമൂഹത്തിന് കൊടുക്കാനും നിങ്ങളെ പ്രാപ്തരാക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയിൽ വേറെ കുറേ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഏഞ്ചൽ പ്രൊമോഷൻസ് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. യൂട്യൂബിൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ എല്ലാം പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ അതിൽ തന്നിരിക്കുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടുന്നുള്ള യൂട്യൂബ് അല്ലെങ്കിൽ ഏത് സോഷ്യൽ മീഡിയയിലെയും എൻഡ് ടു എൻഡ് സപ്പോർട്ട്, മോണിറ്റൈസേഷൻ, ഓൺ ഗോയിങ് സപ്പോർട്ട്, എല്ലാ കാര്യങ്ങളിലും ഫുൾ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബൈ.